എന്തൊരു നിശബ്ദതയാണിത്. മകനെ നഷ്ടപ്പെട്ട ഒരച്ഛൻ നെഞ്ചുപിടയുമ്പോഴും പൊരുതാനിറങ്ങി നിൽക്കുന്നു. കേരളം കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു. പ്രതിഷേധ പ്രസംഗങ്ങൾ അത്രയും ചാനൽ മുറികളിലാണ്. ഹാഷ്മി, അഭിലാഷെ, അനിൽ നമ്പ്യാരെ, സ്മൃതി എന്നൊക്കെ ആക്രോശിച്ച തൊണ്ടകീറി കേരളത്തിലെ യുവാക്കളും അല്ലാത്തവരുമായ നേതാക്കളൊക്കെ പ്രക്ഷോഭം കടുപ്പിക്കുന്നു. കൊന്നവനും കൊല്ലിപ്പിച്ചവനുമൊക്കെ അവിടെയുണ്ട്. എല്ലാവരും വട്ടമിരുന്ന പരസ്പരം പുലഭ്യം പറയുന്നു. അന്നന്നത്തെ പ്രതിഷേധത്തിന്റെ റേറ്റിംഗിൽ കണ്ണും നട്ട അവതാരകർ എരിവും പുളിയും നിറച്ച് അരങ്ങ് വാഴുന്നു. ഉപ്പിന്, മുളകിന്, കൊത്താമ്പലിന് തീവില കയറുമ്പോഴൊക്കെ തെരുവ് വിറപ്പിച്ചിരുന്ന അതേ കേരളമാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകസനങ്ങൾക്ക് വേദിയാകുന്നത്. ഐക്യദാർഢ്യവും കണ്ണീരൊലിപ്പിലും സോഷ്യൽ മീഡിയയിലെ പോർവിളിയുമാണ് പ്രതിഷേധത്തിന്റെ മറ്റു മാതൃകകൾ. നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് നേതാക്കളുടെ യാത്രയാണ്. അവിടെയുമുണ്ട് ചില പ്രഖ്യാപനങ്ങൾ, കൂടുതൽ ലൈക്കിനും ഷെയറിനും വൈറലാകുന്നതിനും. ഇതെന്ത് പ്രകസനങ്ങളാണ്? എന്താണ് കേരളം തെരുവിലിറങ്ങാത്തത്? ഒരച്ഛനാണ് ഹൃദയം നൊന്ത് ചോദിക്കുന്നത്. ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ടത് അവൻ ആഹാരം നൽകാനായിരുന്നു. വെറും വയറോടെയാണ് അവരെന്റെ മകനെ കൊന്നുകളഞ്ഞത്. മരിക്കും മുമ്പ് ഒരിറ്റ് വെള്ളം എന്തേ എന്റെ കുഞ്ഞിന് കൊടുത്തില്ല? കേട്ടിട്ട് പൊള്ളുന്നില്ലേ ഈ നാട്ടിലെ അച്ഛന്മാർക്കും അമ്മമാർക്കും? നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ആര് വരുമെന്നാണ് കരുതുന്നത്? സന്ദേശ് ഖാലിയിലേക്ക് നോക്ക്. കല്ലും വടിയും കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലാണ്. മാർക്സിസ്റ്റ് പ്രേതങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാക്കിയ തൃണമൂൽ കോൺഗ്രസിന്റെ ക്രിമിനൽ വാഴ്ച പൊറുക്കാതായപ്പോഴാണ് അവർ പൊട്ടിത്തെറിച്ചത്. വിവര സാങ്കേതിക വിദ്യയുടെ വിപ്ലവം പൂത്തുലഞ്ഞിട്ടും സന്ദേശ് ഖാലിയിലെ കൊടുംക്രൂരതകൾ ലോകമറിഞ്ഞത് വൈകിയാണ്. പക്ഷെ അവിടുത്തെ അമ്മമാർക്കൊപ്പം ബംഗാൾ ശൗര്യം കാട്ടി. അവർ പ്രതിഷേധിച്ചു. എംപിമാരും പ്രതിപക്ഷ നേതാക്കളും സന്ദേശ് ഖാലിയിലേക്ക് കുതിച്ചെത്തി. പോലീസിനോടും സർക്കാരിനോടും നേർക്കുനേർ പൊരുതി. തല്ലുകൊണ്ട് ജയിലിൽ പോയി. ഗവർണർ CV ആനന്ദ് ബോസ് അന്ത്യശാസനം നൽകി. ഇളകാത്ത പാറയും ഇളകി. നിൽക്കക്കള്ളിയില്ലാതെ മമത രക്ഷ തേടി നെട്ടോട്ടമോടി. അവർ അത്രകാലം നിലവറയിൽ കാത്തു സൂക്ഷിച്ച ഷാജഹാൻ ഷെയ്ഖ് ജയിലിലായി. പ്രക്ഷോഭത്തിന്റെ കനൽ ആളുന്നത് അങ്ങനെയാണ്. വിമോചന സമരം കണ്ട നാടാണ് കേരളം. മാറാടും നിലയ്ക്കലും ശബരിമലയും ഒക്കെ നിലയ്ക്കാത്ത സമര വേലിയേറ്റങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച നാടാണിത്. മുഖ്യമന്ത്രിമാരെ വടിയിൽ തടഞ്ഞിട്ടുണ്ട്. പരസ്യ വിചാരണ ചെയ്തിട്ടുണ്ട്. ഭരണസിരാ കേന്ദ്രം പ്രക്ഷോഭത്തിനിരയിൽ ആടി ഉലഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്വപ്നയെയും സരിതയും മുൻനിർത്തി നടത്തിയ സമരത്തിന്റെ ചൂട് പോലും അവർ മറ്റെന്തിനോ അടവച്ചിരിക്കുന്നു. ഏത് മുട്ട വിരിയാനാണ് ഈ നിസ്സംഗത എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കുട്ടനാട്ടിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത നൊമ്പര ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അവസാന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ മരണം കൊണ്ട് സമരം ചെയ്യണം എന്നാണ്. എന്നിട്ടോ 2 ദിവസത്തെ ചാനൽ ചർച്ചയിൽ സമരം ഉരുകിത്തീർന്നു. എല്ലാ പ്രതിഷേധവും ഒഴുകിപ്പോകുന്ന അഴുക്കുചാലുകളാവുകയാണ് ചാനൽ ന്യൂസ് റൂമുകൾ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലാതാവുന്നു. കേരളത്തിന്റെ സമരവീര്യം സ്വാർത്ഥത കൊണ്ട് വന്ധീകരിക്കപ്പെട്ടു പോയിരിക്കുന്നു. എച്ചിൽ തീനികളായ കുറെ കവികളെയും കഥാകൃത്തുക്കളെയും മുന്നിൽ നിർത്തി അധികാരം ആഭാസമാക്കി വളർത്തിയവർ പിന്നെയും ന്യായീകരണത്തിന്റെ വാറോലകൾ സൃഷ്ടിക്കുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് കേരളത്തിലെ ആദ്യ സംഭവമല്ല. SFI അരിയിട്ട് വാഴ്ച നടത്തിയ എല്ലാ ക്യാമ്പസുകളിലും അരാജകത്വമാണ് വളർന്നത്. ക്യാമ്പസുകളെ രാഷ്ട്രീയമുക്തമാക്കാൻ കുറെ പേർ കൊണ്ടുപിടിച്ച് നടക്കുന്നു. രാഷ്ട്രീയമുക്തമായ ക്യാമ്പസുകളിൽ നിന്ന് പ്രതികരണ വീര്യമുള്ള കൗമാരം പടിയിറങ്ങിപ്പോയി. അപ്പോഴും ഇത്തിൽ കണ്ണി പോലെ ഇവർ അവിടെ അള്ളിപ്പിടിച്ചു കിടക്കുന്നു. മയക്കുമരുന്നിന്റെയും അരാജകത്വത്തിന്റെയും ആവിഷ്കാരങ്ങൾ ക്യാമ്പസുകളിൽ പെറ്റുപെരുകി. മാർക്സിസ്റ്റ് അധ്യാപകർ എല്ലാ വൃത്തികേടുകൾക്കും നേതൃത്വം വഹിച്ചു. ചോദ്യം ചെയ്തവർക്ക് നേരെ അവർ വടിവാളോങ്ങി. അത്തരം അധ്യാപകർക്ക് ശവക്കല്ലറ പണിഞ്ഞു. അവരുടെ കസേര കത്തിച്ചു. പുരോഗമനവും സോഷ്യലിസവും വിളിച്ചു കൂവുന്ന അതേ നാവ് കൊണ്ട് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. എല്ലാം ന്യായീകരിച്ച മൂത്ത സഖാക്കൾ കൊടിയും വടിയുമായി കാവൽ നിന്നു. കുറച്ച് ABVP-ക്കാരുടെ നിശ്ചയദാർഢ്യത്തിലാണ് പൂക്കോട് സർവകലാശാലയിലെ അതിക്രമങ്ങൾ ഇങ്ങനെയെങ്കിലും ചർച്ചയായത്. നേരം വൈകിയപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയപ്പോൾ KSUവും യൂത്ത് ലീഗും കൊടിയുമായി ഇറങ്ങിയിട്ടുണ്ട്. SFI അല്ല PFI ആണെന്നാണ് ഇപ്പോഴത്തെ വാദം. SFIയോളം PFI വേറെ ഏതാണ് ഈ ദുനിയാവിൽ? CPM-കാർ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിൽ നോക്കുക. CIT-ക്കാർ ഏറെയുള്ള തൊഴിലിടങ്ങളിൽ നോക്കുക. അവിടെയെല്ലാം ഇതാണ് നടക്കുന്നത്. മറ്റൊരാളെ അവർ സഹിക്കില്ല. ഊരുവിലക്കും, നാട് കടത്തും, കൊടികുത്തും, അപവാദ പ്രചരണം നടത്തും, പെണ്ണുകേസിൽപ്പെടുത്തി നാറ്റിക്കും, 51 57 വെട്ടി തീർക്കും.
കൊലയാളികളെ മാല ചാർത്തി വരവേൽക്കും. എത്രയെത്ര ഉദാഹരണങ്ങൾ ഇന്നാട്ടിലുണ്ട്. എന്നിട്ടും വിളിക്കുന്നത് സോഷ്യലിസവും ജനാധിപത്യവും സ്വാതന്ത്ര്യവുമാണ്. കേരളത്തിന്റെ ഗവർണറെ തെരുവിൽ ആക്രമിക്കാൻ അവർ കാട്ടിയ ശൗര്യം എത്ര ഭയാനകമാണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ വടക്കോട്ട് നോക്കി ഓരിയിടുന്ന ഒരാളും ഒരക്ഷരം മിണ്ടില്ല. അന്നന്ന് എറിഞ്ഞു കിട്ടുന്ന എല്ലിൻ കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്നതിനിടെ കുരയ്ക്കുന്നത് എങ്ങനെയാണ്? VC ഗവർണർ പുറത്താക്കിയതാണ് സിദ്ധാർത്ഥിന്റെ വിഷയത്തിലുണ്ടായ ആർജവമുള്ള ഏക നടപടി. ആ ഡീൻ അവിടെ തന്നെയുണ്ട്. ക്രിമിനലുകൾക്ക് വെള്ളവും വളവും കൊടുത്തു വളർത്തിയ അധ്യാപക സംഘടനകളും അധ്യാപകരും അവിടെയുണ്ട്. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. മിണ്ടാട്ടം മുട്ടിപ്പോയ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ശബ്ദം ഇനിയും തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അത്രയ്ക്ക് നിർജീവമായിരിക്കുന്നു ക്യാമ്പസുകൾ. എത്ര അധ്യാപക അനധ്യാപക സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ. എത്ര സർവീസ് സംഘടനകളുണ്ട്. ശമ്പള പരിഷ്കരണവും പെൻഷനും ക്ഷേമ പദ്ധതിയും അല്ലാതെ ആർക്കും ഒന്നിനെ പറ്റിയും ചർച്ച ചെയ്യാനില്ല. അവർക്കൊന്നും ഇതൊരു വിഷയമേ അല്ല. മനുഷ്യജീവനാണ് പൊലിഞ്ഞത്. നാളെയുടെ ഒരു പ്രതിഭയാണ് ഇല്ലാതായത്. കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച മനുഷ്യർക്ക് വേണ്ടി വയനാട്ടിൽ പ്രക്ഷോഭമുണ്ടായി. ഇനിയൊരു സിദ്ധാർത്ഥൻ ഉണ്ടാകാതിരിക്കാൻ അതുപോലെയെങ്കിലും ഒന്ന് പൊട്ടിത്തെറിക്കാത്തത് എന്താണ് കേരളം?